ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ളൊരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കിഴങ്ങ് വേവിച്ച് വെക്കണം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. കിഴങ്ങിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് ഈ കിഴങ്ങ് കടിക്കുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഈ ബോയിൽഡ് പൊട്ടാറ്റോ കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ പാനിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലെണ്ണൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് പട്ട കൈകൊണ്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബേ ലീഫിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതൊന്നാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി റെഡ് ചില്ലിയാണ്, അതുകൊണ്ട് എരിവില്ല, നല്ല കളർ ഉണ്ടാവും ഈ കറിക്ക്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നിർബന്ധമല്ല, ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലയും ചേർക്കാം. പക്ഷേ ആ ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ചിക്കൻ മസാല തന്നെയാണ്. ഇനി പൊടികളെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെ പച്ചക്കുത്തൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബോയിൽഡ് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ളത്ര ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിയുടെ എല്ലാ ഫ്ലേവറും നമ്മുടെ കിഴങ്ങിലേക്ക് പിടിച്ചു കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യണം. നമ്മുടെ കറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കണക്കിന് ആ ഒരു പാകത്തിനായിക്കോളും. ഈ സമയത്ത് നമ്മുടെ തവി വെച്ചിട്ട് കുറച്ച് വലിയ പീസൊക്കെ കാണുന്നതൊന്ന് ഉടച്ചു കൊടുക്കുക, ആ ഗ്രേവി ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പൊന്ന് പാകത്തിനാക്കണം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. നമുക്കൊരു ചെറിയ പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. ഒരു പാനിൽ 1 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചൂടാക്കുക. അതിൽ ഒരു ഏലക്കായും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ കറി അപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്